ഇതിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് ഗണേഷ് കുമാറിനെ. പുള്ളിയുടെ മുറിയിലാകെ ഗതാഗത കുരുക്കായിരുന്നാണ് വാർത്ത. കേരളത്തിൽ 4717 KSRTC ബസ്സുകളാണ്. ആ ബസ്സിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ പ്രണയങ്ങളുള്ള ആളാണ് അത്ര അയാള്. നാളെ മക്കളിൽ ഒരാൾ SFIന്റെ കൊടിയും പിടിച്ച് വീട്ടിൽ കയറി വന്നാൽ എന്റെ മുണ്ടിന്റെ മടിക്കുത്തി പിടിച്ചിട്ട് കോളേജിന്റെ മുമ്പിലിട്ട് ഇങ്ങനെ ആട്ടിയിട്ടുണ്ട് SFIക്കാര്. പക്ഷെ എന്നാലും എന്തോ ഇഷ്ടമാണ് എന്നെ ആളുകൾക്ക്. വരട്ടെ. ഇൻഡോ ചേട്ടൻ സൂപ്പറാണ്. ഈ തട്ടുകട പൂട്ടിപ്പോകാനുള്ള ഒരു കാരണം എന്താണ്? ബിസിനസ്സില് പൊറോട്ട അടിക്കുമായിരുന്നു. പൊറോട്ട എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല. പൊറോട്ട അടിച്ചിട്ടുണ്ട്. ബിരിയാണി വെക്കാൻ അറിയോ? തലശ്ശേരി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം. മാഞ്ഞാലി ബിരിയാണി വെക്കൂ. ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചെടുത്തിട്ട് മാഞ്ഞാലി ബിരിയാണി. ആക്ച്വലി ഞാൻ അല്പം ഒരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് അല്പം കൂടുതൽ നാണവമാനമൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ നാണവമാനൊക്കെയുള്ള ആളാണ്. എനിക്ക് പക്ഷെ ഒരു ജംഗ്ഷനിൽ ഇറങ്ങി ചായക്കട ചെന്ന് അവിടെ എല്ലാവരും എൻ്റെ കമ്പനിക്കാരോ പെട്ടെന്ന്. നീ ഇത്ര അഗ്രസീവായിട്ട് സംസാരിക്കില്ലേ ജിൻഡോ? ഒരു പൊടിക്കിച്ചിരി കുറയ്ക്കണം. ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള സംസാരിച്ച ഒരാളിപ്പോ പാലക്കാട് വീട്ടിലിരിപ്പുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാരാ? അതാരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നില്ല. അയാൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അത് ഏറ്റു പറഞ്ഞ് കറക്റ്റ് ചെയ്യപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണ്. ഗെയിമോ ഞാൻ വിചാരിച്ചു വെള്ളം തരാൻ പീസരിനെയാണ് ഓർമ്മ വരിക. ഒന്ന് തൊട്ടപ്പുറത്തേക്ക് നോക്കി ആരെങ്കിലും ഒക്കെ കിട്ടും. എനിക്ക് ഒരാളെ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് അലിയൻ കിണറിനെ കാണുമ്പോൾ പിണറായി വിജയനെ ഓർമ്മ വരുന്നു. അമ്മാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സമുദായ നേതാവും ശുപാർശ ചെയ്യില്ല. കനകൂലുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എന്നെ BJP-ക്കാർ പറയുന്നത് ജിഹാദി എന്ന്, CPM-കാർ പറയുന്നത് ക്രിസംഗി എന്നാ. ഞങ്ങളുടെ അങ്കമാലി MLA റോജിയോട് മത്സരിച്ച് ജയിക്കാൻ പിണറായി വിജയന് പറ്റുമോ? ചോദിക്കും. ഓറ ഉണ്ടോന്ന് ചോദിക്കും. പെട്ടെന്ന് എൻ്റെ വായിൽ പ്രാസം വരും. പിണറായി വിജയൻ്റെ ഓറയൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു 200ഓളം പേർ വന്ന് ചോദിച്ചിരുന്നു, ജിൻഡോ ജോണിനെ കൊണ്ടുവരുമോ, ജിൻഡോ ജോണിനെ കൊണ്ടുവരുമോ എന്ന്. കോൺഗ്രസിലെ ആ ഒരു തീപ്പൊരു കുട്ടപ്പനെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. വെൽക്കം ടു പൊളിറ്റിക്കൽ ടീ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്ന ഒരു തീപ്പൊരി കുട്ടപ്പൻ ഇവിടെ വന്നപ്പോൾ ഒരു പാവം, ഒരു കാമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പാവം മനുഷ്യൻ. എങ്ങനെയാണ് ഒരു ചർച്ചകളിലെ ജിൻഡോയും റിയൽ ലൈഫിലെ ജിൻഡോയും രണ്ടും ഒന്നാണെന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ചർച്ചകളിൽ അങ്ങനെ അപൂർവമായിട്ട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറൊക്കെ ഉള്ളൂ. ആണോ? അപൂർവമായിട്ട് അല്ല, അങ്ങനെ അപൂർവമായിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ശബ്ദം കൂട്ടിയൊക്കെ സംസാരിക്കും. അപ്പോൾ എൻ്റെ ശബ്ദം ഇച്ചിരി പതിഞ്ഞ ശബ്ദം. അപ്പോൾ അവർ പറയുന്നതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ടീച്ചർ കൂട്ടി പറയുന്നതാണ്. അങ്ങനെയല്ലാതെ ഞാൻ വഴക്കുണ്ടാക്കുന്നൊക്കെ വളരെ കുറച്ച്, ഒരു 2-3 പ്രാവശ്യമൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും എന്തോ ഇഷ്ടമാണ് എന്നെ ആളുകൾക്ക് ഇന്ന്. അത് അല്ല, അതിന് കാരണം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം പലരും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പല രീതിയിൽ സംസാരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവരിൽ ചിലർ പറയുമ്പോൾ നന്നായി നമുക്ക് മനസ്സിലാവും, ചിലർ പറയുന്നത് ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ഏത് വിഷയം പറഞ്ഞാലും എന്നെ കേൾക്കുന്നതിൽ ഭൂരിപക്ഷം മനുഷ്യർക്ക് ഇത് മനസ്സിലാവണം. എത്ര വലിയ സാങ്കേതികത്വമുള്ള വിഷയങ്ങളായാലും മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാന്നുള്ളത്. അപ്പോൾ പരമാവധി നമ്മൾ നാച്ചുറലി അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറയും. ചിലർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുമ്പോ ആ ശബ്ദമൊക്കെ അങ്ങ് കടുത്തു പോകല്ലേ? അത് ഇച്ചിരി കടുത്തു പോകും ചില സമയത്ത്. ചിലർക്ക് കടുത്ത ഭാഷ മനസ്സിലാവുള്ളൂ. മോഹൻലാൽ റിയൽ ലൈഫിൽ ഭയങ്കര ഷൈ ആൻഡ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ സിനിമയിലാണ് പുലിക്കുട്ടിയാന്ന്. അതുപോലെ ജിൻഡോ ജോൺ മോഹൻലാലിനെ പോലെ എന്നൊരു ടൈറ്റിൽ ഇട്ട് ഞങ്ങളങ്ങ് കൊടുത്താൽ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ വിലയിരുത്തുന്ന പോലെയാണ്. പക്ഷെ ഞാൻ അല്പം ഒരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് അല്പം കൂടുതൽ നാണവമാനമൊക്കെ ഉള്ള ഒരാളാണ്. അല്ല, അങ്ങനെയാണ്. അപ്പം പൊതുവെ ഞാൻ പരിചയമില്ലാത്ത ആളുകളായിട്ട് ഇടപഴകാൻ എനിക്ക് സമയം കൂടുതൽ വേണ്ടി വരും. ജിൻഡോ ചേട്ടാ, അപ്പം അങ്ങനെയാണല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയാൽ ശരിയാകുമോ? പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ, ഇങ്ങനെയുള്ള ആളുകളും വേണമല്ലോ. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം ഒരു മരണ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത്, കല്യാണ പന്തലിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ആദ്യം ഒന്ന് ഇറങ്ങി ഒന്ന് തയ്യാറെടുത്ത് 1 മിനിറ്റ് ലാഗ് ഉണ്ടാവും തയ്യാറെടുക്കാം. പിന്നെ ഓക്കെ ആവും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ പരിചയപ്പെട്ടൊക്കെ കഴിയുമ്പോൾ ശരിയാവും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പക്ഷേ ഒരു ജംഗ്ഷനിൽ ഇറങ്ങി ചായക്കട ചെന്ന് അവിടെ എല്ലാവരും എൻ്റെ കമ്പനിക്കാരോ പെട്ടെന്ന്. പക്ഷേ അതേസമയം ഒരു കല്യാണപ്പന്തലിൽ എത്തുമ്പോൾ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങ് സെറ്റാവില്ല. അതെൻ്റെ ഒരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഒരാൾ വന്ന് ജിൻഡോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടാൽ പെട്ടെന്ന് ജെല്ലാവോ?
അങ്ങനെയൊന്നും ഹായ് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഇല്ല. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് നിങ്ങളുടെ വണ്ടി വരാൻ വൈകിയപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോക്കാരുടെ അടുത്തായിരുന്നു. അവരാരൊക്കെ എന്നെ പരിചയപ്പെട്ടു, ഞാൻ അവരുടെ കൂടെ നിന്ന് കുറച്ച് അത് ചിലപ്പോൾ നമ്മളുടെ ഒരു ഋതം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ഫാൻ പേജുകളാണ്. ജിൻഡോ ജോൺ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഈ ആരാധകരെ മാനേജ് ചെയ്യുന്നത്? ആരാധകരൊക്കെ ആരാധിച്ചിട്ടൊക്കെ അങ്ങ് പൊക്കോളും. എന്നാലും ഞങ്ങളിപ്പോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ചോദിക്കാൻ ആള് വരുമോ? നമ്മുടെ ജിൻഡോ ചേട്ടനെ എനിക്ക് തൊടുന്നോടാന്ന് വേണ്ടിയിട്ട് ചോദിച്ചു. ആരും ചോദിക്കാനും പറയാനോ ഒന്നും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു ആരാധക വൃന്ദത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഇതൊക്കെ യാദൃശ്യമായിട്ടുണ്ടാകുന്ന അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പറയുന്നത് കൊണ്ട് അവർക്കൊരു സന്തോഷം തോന്നും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ കമന്റ് ബോക്സ് നോക്കുമ്പോൾ, ചാനൽ ചർച്ചകളുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ അതൊന്നും അല്ല. അതെ, അല്ല, ജിൻഡോ ചേട്ടൻ സൂപ്പർ ആണ്. അത് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ ഇച്ചിരി വൈകാരികമായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറയുന്നത് കൊണ്ട് പറയുന്ന എന്ന് വെച്ചിട്ട് അവരൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് ഒരു അറിവും ഉണ്ടാവില്ല. ചിലർ ചാനൽ ചർച്ചയുടെ അടിയിൽ വരുന്ന കമന്റ് പൂര ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ട്. പണിയെടുത്ത് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാൾ എന്നൊരു ടാഗ് ലൈൻ ഉണ്ട് ജിൻഡോ ജോണിന്. അപ്പൊ ആ ഒരു വന്ന വഴി നമ്മൾ ഓർമ്മിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അങ്ങനെ ഞാനതത്ര അങ്ങനെ ഒരു ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരും പണിയെടുത്ത് ജീവിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പണിയെടുത്ത് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഒരാൾ ഞാൻ കാണുന്നതിൽ ഭൂരിപക്ഷം ആളുകൾക്കും എന്തെങ്കിലും തൊഴിലൊക്കെ ഉള്ളവരാണ്. അവരുടെ വരുമാനത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ. പിന്നെ എൻ്റെ കേസിൽ ഇങ്ങനെയൊക്കെ വാർത്തയൊക്കെ വന്നപ്പോൾ അത് വലിയ ഒരു വാർത്തയായിരുന്നു മാത്രം. ജിൻഡോ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയക്കാരൻ സ്വന്തമായി വരുമാനം കണ്ടെത്തണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വരുമാനമാക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അത് കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ എല്ലാവരും പറയില്ലേ നമ്മൾ സമൂഹത്തിന് വേണ്ടിയാണ് സേവനം ചെയ്യുന്നതെന്നൊക്കെ. നമ്മുടെ ആദ്യത്തെ ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. സ്വന്തം കാര്യം നോക്കണം, കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ സമയമില്ലാത്തവൻ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യൂല. എന്നാലും ഇപ്പൊ നമ്മൾ പൊതുവേ കാണുമ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം ഇപ്പോൾ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ്, എല്ലാവർക്കും ഒരു ഇന്നോവ കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലെവലിലേക്കൊക്കെ ഒന്ന് വരണമെന്നൊരു ആഗ്രഹമില്ലേ? അത് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടാറുണ്ടല്ലോ. ഞാൻ കതറും ഇടാറുണ്ട്, വെള്ള കതറും ഇടാറുണ്ട്, കളറ് കതറും ഇടാറുണ്ട്. അല്ലാത്ത കിട്ടുന്നതൊക്കെ അങ്ങ് ഇടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നോവ കാറിനോട് ഒരു കാലത്തും കമ്പം തോന്നിയിട്ടില്ല, ഇപ്പോഴും കമ്പമില്ല. കാരണം മൈലേജ് ഭയങ്കര കുറവാണ്. ഇന്നോവ കാറിന് മൈലേജ് കുറവാണ്. പഠിക്കുന്നതിൻ്റെ കൂടെ പെയിൻറ്റിങ് ചെയ്തിരുന്നു, പിന്നെ തട്ടുകട നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞു. അപ്പം ഈ തട്ടുകട പൂട്ടിപ്പോകാനുള്ളൊരു കാരണം എന്താണ്? അല്ല, ഈ തട്ടുകട നടത്തിയത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പോൾ ഞങ്ങളതിങ്ങനെ കൊറോണയുടെയൊക്കെ സമയമായപ്പോൾ ഒരു വരുമാനമൊക്കെ ഞാൻ കുറേ ബിസിനസ്സുകളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെട്ടതിൻ്റെ എണ്ണം വലിയ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഒരു തട്ടുകട. അത് 2-3 കൊല്ലം ഞങ്ങൾ ഓടിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവസാനമായപ്പോൾ പറ്റാണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. പിന്നെ പഠിക്കുന്ന കാലം തൊട്ട് ഞാനൊരു 10ാം ക്ലാസ് വെക്കേഷൻ തൊട്ട് ജോലി ചെയ്ത് പൈസയൊക്കെ കണ്ടെത്തി അങ്ങനെയാണ് പോകുന്നത്. പരമാവധി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെയാണ് പഠിച്ചു വന്നതാണ്. ഞാൻ ആലുവ UC കോളേജിലെ ചെയർമാനായിരിക്കുമ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിലെ പെയിൻറ്റ് പണിക്ക് പോകുമായിരുന്നു. ആർക്കും അറിയില്ല. രാത്രി നമ്മൾ പണിക്ക് പോകും, രാവിലെ നമ്മൾ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് കോളേജിൽ വരും. അങ്ങനെയൊക്കെ നടക്കും. തട്ടുകടയിൽ കുക്കിംഗ് ഒക്കെ ആരായിരുന്നു? സ്റ്റാഫ് ഉണ്ടായിരുന്നു. ചില സമയത്ത് നമ്മൾ ചെയ്യുമായിരുന്നു. ചെയ്ത ഒരു ഡിഷിന്റെ പേര്? പൊറോട്ട അടിക്കുമായിരുന്നു. പൊറോട്ട എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല. പൊറോട്ട അടിച്ചിട്ടുണ്ട്, ചെയ്യാൻ അറിയാം. മസാല ദോശ, ഓംപ്ലേറ്റ്? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ അത്യാവശ്യം ഒട്ടുമിക്ക കറിയും ഒക്കെ ഉണ്ടാക്കും. പണ്ട് തൊട്ട് വീട്ടിലുണ്ടാക്കി ശീലിച്ചിട്ടാണ് കടയിൽ നിന്നത്. ഞാൻ 10ാം ക്ലാസ്സിലെ വെക്കേഷന് ഏറ്റുമാനൂർ ഇപ്പോൾ ആ ഹോട്ടലില്ല, സംസം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. MG യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയുടെ അവിടെ മേശ ഉടയ്ക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു പണിയും നമുക്ക് അന്യമല്ല. അപ്പോൾ എന്ത് പണി, ഇപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ മൊത്തം ഇങ്ങനെ നോക്കും. പെയിൻറ്റിങ് ഉണ്ടാവും, പലതരം പണികൾ. അപ്പോൾ ഏത് പണിയും ചെയ്തും ജീവിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പറയില്ലേ ഇപ്പോൾ ഏത് ജോലിക്കും അന്തസ്സുണ്ട്, എന്നിട്ട് എന്താ എല്ലാവരും അത് ചെയ്യാത്തത്? അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഡിഷസ് ഉണ്ടാക്കാൻ എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ അറിയാൻ മേലാത്ത യൂട്യൂബിലൊക്കെ നോക്കും. ഒറ്റ പ്രാവശ്യം കൊണ്ട് അത് ക്യാച്ച് ചെയ്യും, ഉണ്ടാക്കാൻ പറ്റും. ജിൻഡോ ചേട്ടൻ ഇത്രയും പിന്നിട്ട വഴികൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ കൂടെയുള്ള നേതാക്കളോ പറഞ്ഞിട്ടുണ്ടോ ഈ പിന്നിട്ട വഴികൾ എല്ലാ സ്ഥലത്തും തുറന്നു പറയില്ലേ ജിൻഡോ, അത് വേണ്ടായിരുന്നു എന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞില്ല. പക്ഷേ ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് എനിക്കൊന്ന് മീഡിയ വണ്ണിൻ്റെ ഇവർ വന്നപ്പോഴാണ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മത്സരിച്ച് തോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ എന്നോട് അന്ന് കുറേ പേര് ഈ വാർത്ത വന്ന് പറഞ്ഞു തോറ്റതൊന്നും പറയണ്ട, അത് മോശമാണ്. പക്ഷെ ഞാൻ വിചാരിക്കും തോറ്റത് പറയുന്നതിൽ മടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയും, ഇനിയും പറയും. ഇപ്പോൾ ഈ ബിസിനസ്സുകൾ തുടരെ പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ രാഷ്ട്രീയം എത്രത്തോളം വിജയിച്ച് നിൽക്കുന്ന ഒരു സ്വയം എങ്ങനെ വിലയിരുത്തും? രാഷ്ട്രീയത്തിൽ ഞാൻ 100% വിജയം. എനിക്ക് 10-ൽ 10 മാർക്കും കൊടുക്കും. എനിക്ക് 100-ൽ 100 മാർക്കും തരും. ബിസിനസ്സിലോ? ബിസിനസ്സിൽ ഞാനൊരു 50% താഴെയാണ്. കാരണം എനിക്ക് എൻ്റെ ചില കുറവുകളുണ്ട്, അതെനിക്കറിയാം. ഈ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, ആളുകളോട് പൈസയുടെ കണക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇൻട്രോവേർട്ട് അല്ലേ? ഇൻട്രോവേർട്ട് അതിൻ്റെ മാത്രമല്ല, അത് ചിലപ്പോൾ നമ്മുടെ ചില സാഹചര്യങ്ങളുടെയൊക്കെ ഒരു അഭിമാനബോധമൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്. ഇപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. രുചി എന്തോ ചോദിച്ചു. രാഷ്ട്രീയത്തിൽ 100-ൽ 100 കൊടുക്കാനുള്ളൊരു മാനദണ്ഡം അത് എങ്ങനെയായിരിക്കും? എനിക്ക് അത്രയും ആ കോൺഫിഡൻസ് എന്താ? അതിൻ്റെ കോൺഫിഡൻസ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ രൂക്ഷമായിട്ട് പ്രതികരിക്കും, ആ പ്രതികരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ പെരുമാറുകയും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന പ്രത്യയശാസ്ത്രവും എൻ്റെ പെരുമാറ്റവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിക്കൂടാ. എൻ്റെ പെരുമാറ്റവും എൻ്റെ സ്വഭാവവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ അത് പരമാവധി ആ വ്യത്യാസം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റാളുകൾ എങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതല്ല. എൻ്റെ ഇപ്പോൾ 2 മക്കളാണ് ഉള്ളത്. അപ്പം മക്കൾ നാളെ എന്നെ കണ്ടിട്ട് കോൺഗ്രസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറവുകളുണ്ടാവും എനിക്ക്, എൻ്റെ കുറവുകൾ കൂടി തിരുത്തിയിട്ട് അവർ കോൺഗ്രസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കോൺഗ്രസ് ആക്കാൻ നോക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ജിൻഡോയില്? ഒത്തിരി കുറേ പേരുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഞാൻ അത്ഭുതപ്പെടും. എൻ്റെ നാട്ടിലൊരു ചേട്ടൻ, അയാൾ CPM-ൻ്റെ അവിടുത്തെ വലിയ ബ്രാഞ്ചിൽ ലെവലിലുള്ള ഒരാളൊക്കെയാണ്. പുള്ളി പറഞ്ഞു ഞാൻ ജിൻഡോ ജോണിൻ്റെ ആരാ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു ആരാധകയുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. അങ്ങനെയല്ലേ നമുക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. നാളെ മക്കളിൽ ഒരാൾ SFIൻ്റെ കൊടിയും പിടിച്ച് വീട്ടിൽ കയറി വന്നാൽ അത് അവരുടെ ചോയ്സാണ്. അപ്പം അങ്ങനെ പറയല്ലേ? ഞാൻ പറയാം, അത് അവരുടെ ചോയ്സാണ്. അവരങ്ങനെ കൊടി പിടിച്ച് വരാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ ഒരു നല്ല കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ പ്രൂവ് ചെയ്യണം. അതെൻ്റെ കുറവാണ്. അപ്പോൾ കുട്ടികൾ അങ്ങനെ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും നോക്കി കാണിച്ചുകൊണ്ടാണ് വളർത്തുന്നത്? അവർക്ക് എൻ്റെ ചിഹ്നമൊക്കെ അറിയാം. അല്ല അങ്ങനെയല്ല, ചെറുതാണ്, പക്ഷെ അവര് രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാം, അവർക്ക് അത്യാവശ്യം നേതാക്കന്മാരെയൊക്കെ അറിയാം, അവർ വാർത്തകൾ കാണും, അവർക്കറിയാം. പറയാറുണ്ടോ പപ്പ ഇന്ന് അവിടെ ഇരുന്നിട്ട് പറഞ്ഞത് ഭയങ്കര രസമായി, പപ്പ ചൂടായത് കാണാൻ രസമുണ്ടായി? പിന്നെ ചില ദിവസമൊക്കെ ഞാൻ ഈ അടുത്തിടയ്ക്ക് സജീഷായിട്ട് എന്തോ ഒരു വഴക്കുണ്ടായി മനോരമയിൽ. അപ്പോൾ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ വൈഫ്, പിള്ളേർ എല്ലാവരും ഇത് ശരിയായില്ല, നിങ്ങൾ അത്രയും ഒച്ചയൊന്നും വെക്കരുത് എന്നൊക്കെ, എന്ത് ബഹളമായിരുന്നു അപ്പം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് നല്ല അവർ നമ്മളെ കാണുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള ഡിഷസ് ഒക്കെ ചെയ്യാറുണ്ടെന്ന്. അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് ഡിഷസിന്റെ പേര് പറയും. നിങ്ങൾ ഒരെണ്ണം പറയും. നമ്മള് ചിക്കൻ 65 നന്നായിട്ടുണ്ടാക്കും. ബിരിയാണി വെക്കാൻ അറിയോ? തലശ്ശേരി സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം. നല്ലൊരു സ്നേഹം കൊണ്ടായിരിക്കാം. സ്നേഹം കൊണ്ടല്ല, അങ്ങനെ സ്നേഹം കൊണ്ട് നല്ല പറയില്ല. നല്ലൊരു കിടിലൻ ചായ വെക്കാൻ പറ്റും. നന്നായിട്ട്. ഞങ്ങളുടെ തട്ടുകടയിൽ ചായ ഇല്ല. അപ്പം ഞാൻ ബാക്കി എല്ലാ കടകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്ന് ഈ സുലൈമാനി കഴിച്ച് പരിചയം. അപ്പം എൻ്റെയൊക്കെ നാട്ടിൽ അത് അത്ര പരിചയമൊന്നുമില്ല അങ്കമാലിൽ. അപ്പം ഞാൻ അങ്ങനെ കച്ചവടം. എറണാകുളം ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം, മാഞ്ഞാലി ബിരിയാണി വെക്കൂ? മാഞ്ഞാലി ബിരിയാണി, അതെന്ത് ബിരിയാണി? അത് ഈ മാഞ്ഞാലി ബിരിയാണി അരി, ചെറിയ അരിയും മഞ്ഞ കളറായിരിക്കും റൈസിന്. വലിയ വ്യത്യാസമൊന്നുമില്ല, അതൊരു രസം. അങ്കമാലി പോർക്ക് മാങ്ങാക്കറി, മാങ്ങക്കറിയൊക്കെ കിടിലനായിട്ട് വെക്കും. ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് മാഞ്ഞാലി ബിരിയാണി. ഞാൻ പുറത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്. അപ്പൊ രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ പാചകം തിരഞ്ഞെടുത്ത് അങ്ങനെ പോവാൻ? ഞാൻ എന്ത് ജോലി ചെയ്താലും രാഷ്ട്രീയക്കാരനായിരിക്കും. ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞൊരു ലേബൽ ശരിക്കും തെറ്റാന്ന് ഞാൻ വിചാരിക്കുന്നത്. സിനിമ ഇപ്പോൾ മമ്മൂട്ടി ഒരു രാഷ്ട്രീയക്കാരനല്ലേ, എത്ര നന്നായി പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണ്. അങ്ങനെ ഓരോ ആളുകളും ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു വ്യവസ്ഥാപിത കാഴ്ചപ്പാടുണ്ട്. വെള്ള ഷർട്ടും മുണ്ടും, പഞ്ചായത്ത് മെമ്പർ തൊട്ട് പാർലമെൻറ്റ് മെമ്പർ വരെയുള്ള ആളുകൾ, അങ്ങനെയൊന്നുമില്ല. പൊളിറ്റിക്സ് പറയുന്നവരെല്ലാം രാഷ്ട്രീയക്കാരാ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. മമ്മൂട്ടിയുടെ വിഷയം പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ഒരു വിഷയം ഉണ്ടായല്ലോ, അതിൽ മമ്മൂട്ടിയുടെ പക്ഷമാണോ അതോ റഫീഖിന്റെ പക്ഷമാണോ? അതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മമ്മൂട്ടി പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. പക്ഷേ റഫീഖിനെ അങ്ങനെ
ഇപ്പോൾ പലരും പല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യും. പക്ഷെ ഞാൻ റഫീഖ് ഒരു ഒന്നും ചെയ്യാതെ വന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അയാൾ ജില്ലാ സെക്രട്ടറി ആവുന്നവരെ SFI തുടങ്ങി ഇവിടം വരെ എത്തിയ ആ കടന്നു വന്ന പാതയിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കില്ല അവിടം വരെ എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊതുപ്രവർത്തകൻ അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. പക്ഷേ മമ്മൂട്ടി അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം ആരോ ഒരു മൊബൈലിൽ ഒപ്പിയെടുത്തു, അത് പുറകിൽ നിന്നാണ് അത് റെക്കോർഡ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പുറത്ത് ചർച്ചയായപ്പോൾ മമ്മൂട്ടിയെ ആക്ഷേപിച്ച് മമ്മൂട്ടിയുടെ മതം വരെ അന്വേഷിച്ച് പോയ ആളുകളുണ്ട്. അവർക്കാണ് കുഴപ്പം. ഇവർ രണ്ടുപേരും അവിടെ പറഞ്ഞത് തീർന്നു. അത് പുറത്ത് വലിയ ചർച്ചയാക്കിയ ആളുകളുടെ കുഴപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം സ്വാഭാവികമായിട്ട് അവിടെ മീഡിയാസ് ഉണ്ടാവും. മീഡിയാസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ആ വിഷമത്തിൻ്റെ സമയത്ത് റഫീഖിന് തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ആ വിഷമത്തിൻ്റെ സമയത്ത് റഫീഖിനോടൊപ്പം നിൽക്കാനേ എൻ്റെ മനസ്സ് അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു കോൺഗ്രസ്സുകാരനാവില്ല. എന്ന് വെച്ച് മമ്മൂട്ടി മനഃപൂർവ്വം അദ്ദേഹത്തെ ആക്ഷേപിച്ചാന്ന് ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ അല്ല, മമ്മൂട്ടി അങ്ങനെ ചെയ്തതല്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. പക്ഷേ അത് പറഞ്ഞപ്പോൾ റഫീഖിൻ്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി സങ്കടമുള്ള ചിരിയാണ്. അത് നമുക്ക് കാണാൻ പറ്റിയില്ലേ പിന്നെ നമ്മളെന്ത് രാഷ്ട്രീയക്കാരാണ്. ഇപ്പം നമ്മൾ സിദ്ദിഖിൻ്റെ വിഷയത്തിൽ കൂവലുണ്ടായ സമയത്ത് നമ്മൾ വീട് താക്കോൽദാന ചടങ്ങിൽ അപ്പോൾ വസീഫ് ഇടപെട്ട് ആ ക്രൗഡിനെ കൂവുന്ന ആൾക്കാരെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലിങ്ങനെയാണ് ഒരു ടേക്ക് ഉണ്ട്. അല്ല, അതിൽ വസീഫ് നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണോ അല്ലേന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നല്ല ശ്രമമാണ്. അങ്ങനെ കൂവപ്പെടേണ്ട ആളല്ല സിദ്ദിഖ് എന്നുള്ളത് വസീഫിന് തോന്നിയത് ശരി. പക്ഷെ കൂവിയ ആളുകളെ അവിടം വരെ വളർത്തിയത് വസീഫിൻ്റെ പാർട്ടിക്കാരാണ്. അത് ശരിയല്ലേ? അവിടെ ആ ഇടപെടൽ നടത്തേണ്ടത് വസീഫല്ല, ആ വേദിയിലിരുന്ന മന്ത്രിമാരാണ്. അവർ പറയണം സിദ്ദിഖ് കൂവൽ കേൾക്കേണ്ട ആളല്ല എന്ന് പറയണം. അത് പറയാൻ പോലുമുള്ള പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ രാഷ്ട്രീയം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൂവലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് വേർ ഈസ് ദ മണി ബട്ട് ക്യാഷ്, ആ വീടിൻ്റെ കാര്യം എന്തായി? നിങ്ങൾ വയനാട്ടിലെ ഞാൻ അങ്ങനെ കണക്ട് ചെയ്തില്ല. വയനാട്ടിലെ വീടിൻ്റെ കോൺഗ്രസ് വീട് പണിത് കൊടുക്കും അവിടെ. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല പ്രഖ്യാപനം നടത്തിയെന്ന. കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സാമൂഹിക സംഘടനകളും ആ ദുരന്തമുഖത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ആ പ്രഖ്യാപനം നടത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ലീഗിൻ്റെ 52 വീട് കൊടുത്തു. എന്തേ അതാരും പറയാത്തത്? ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളാണ്. നല്ലത് എന്ത് നടന്നാലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ 52 അപ്പോൾ എന്നോടൊരു ആൾ മെസ്സേജ് ചെയ്തേക്കാം, ലീഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തത് വലിയ സന്തോഷം. ഞാൻ പറയുന്നത് നിങ്ങൾ ലീഗ് കോൺഗ്രസ് എന്നുള്ള നോക്കിയിട്ടല്ല, നല്ല മാതൃകയാണ്. ഇപ്പോൾ സർക്കാർ 178 വീടിൻ്റെ താക്കോൽദാനം കൊടുത്തു. ഇപ്പോഴും അവിടെ കുറേ പണികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത്. 178 പണി കഴിഞ്ഞല്ലോ, ഇനിയും കുറേ എണ്ണം തീരാനുണ്ട്. ഒരു സർക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായിട്ട് ലയബിളായിട്ടുള്ളതും റെസ്പോൺസിബിളായിട്ടുള്ളതും. അവർക്ക് 1.5 വർഷം കൊടുത്ത് അത് ചെയ്യാൻ. സർക്കാരിന് എല്ലാ മാനദണ്ഡങ്ങളും അവരുടെ നയത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. എന്നിട്ട് പോലും കോൺഗ്രസ് ഒരു പ്രതിപക്ഷ സംഘടനയാണ്. കോൺഗ്രസ് പോലെയുള്ള പല സംഘടനകൾക്കും ഭൂമി കൊടുക്കാമെന്നൊക്കെ അന്ന് ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫറുകളിൽ നിന്നൊക്കെ സർക്കാർ പിന്നോട്ട് പോയും സർക്കാരിൻ്റെ പ്രോജക്റ്റ് തന്നെ 1.5 വർഷത്തോളം വൈകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വൈകുന്നത് സാങ്കേതികമായിട്ടുള്ള വൈകൽ. ഇപ്പോൾ തന്നെ 5 ഏക്കറോളം ഭൂമി എടുത്ത് ഭൂമി നിരപ്പാക്കി. ഇപ്പോൾ പലരും ചോദിക്കുന്നത് ആ ശില മാത്രമല്ലേ കല്ലിട്ടിട്ടില്ലല്ലോ എന്ന്. കോൺഗ്രസ് പറഞ്ഞ വാഗ്ദാനമല്ലേ, കോൺഗ്രസ് പൂർത്തിയാക്കും. പിന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അത് വൈകിപ്പോയതിൽ സർക്കാരിൻ്റെ വൈകി, കോൺഗ്രസിൻ്റെ വൈകി, എല്ലാവരുടെയും വൈകി. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചില സാഹചര്യങ്ങളാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് പണി തീരും. വയനാട്, ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പരിസ്ഥിതി വിഷയത്തിലൊക്കെ ഇങ്ങനെ കുറേ സാങ്കേതികത്വമുണ്ട്. അതിനപ്പുറത്ത് അതിൽ നിന്ന് ഒരാൾ ഒരു തട്ടിപ്പ് നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നില്ലേ? ജനങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര സംശയങ്ങൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ആ ക്യാഷ് എവിടെ, ആ പറഞ്ഞ വീട് എവിടെ, ആർക്കാണ് ആ വീട് കൊടുക്കാമെന്ന് പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. ജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമില്ല. സ്വാഭാവികമായിട്ടും CPM-ൻ്റെ സൈബർ ഹാൻഡിലുകൾ ഉണ്ടാക്കുന്ന സംശയമാണ്. അത് പലരും പറയുന്നുണ്ടാവും. പക്ഷെ ജനങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ലീഗിൻ്റെ വീട് കൊടുത്താലും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്ത് നല്ല കാര്യം വന്നാലും അത് ഷെയർ ചെയ്യപ്പെടണമെന്നാണ്. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു നല്ലൊരു വിഷനുണ്ട്,
നല്ല വ്യൂയിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് എന്നൊരു പാർട്ടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്? അതിൻ്റെ കാരണം ഇപ്പോൾ ഇത് ചോദിക്കാൻ കാരണം നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും പാർട്ടിയുടേത് ഒന്നിച്ചു പോവോ എതിർക്കേണ്ടി വരില്ല എന്നല്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് അവൈലബിൾ പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അതങ്ങനെ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എവിടെ പോവും? ഞാൻ ഇത്രയും തുറന്ന് പറയുന്ന പോലെ CPM നിന്ന് പറയാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ പല നേതാക്കന്മാർക്കും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള നേതാക്കന്മാർക്ക് പോലും കോൺഗ്രസിൻ്റെ ബേസിക് ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ ഞാൻ വിമർശിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എത്രയോ താഴെയുള്ള ഒരാളാണ്. എത്രയോ മുതിർന്ന നേതാക്കന്മാരെ വിമർശിക്കാൻ എനിക്ക് അധികാരം കിട്ടുന്നതും അവകാശം കിട്ടുന്നതും സ്പേസ് കിട്ടുന്നതും കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ഞാൻ ആദ്യം പങ്കെടുത്ത കോളേജിൽ വിദ്യാർത്ഥിയായി ചെന്നപ്പം പങ്കെടുത്ത മീറ്റിംഗ് SFIയുടെ യൂണിറ്റ് കമ്മിറ്റി മീറ്റിങ്ങിലാണ്. SFIയിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താണ്? SFIന്ന് ആദ്യത്തെ ദിവസം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അത് അങ്ങനെയല്ല, യാദൃശികമായിട്ട് അവരിങ്ങനെ കോളേജിൽ വരുന്ന ആദ്യം തന്നെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് പോകുമല്ലോ. അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ചെന്നതാണ്. പക്ഷേ അന്നും എനിക്ക് ഇവരെന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ കടുകട്ടിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. അപ്പൊ അന്ന് കണ്ടൊരു SFI തന്നെയാണോ ഇപ്പോഴും? ഒരു വ്യത്യാസമില്ല. എൻ്റെ മുണ്ടിൻ്റെ മടിക്കുത്തി പിടിച്ചിട്ട് കോളേജിൻ്റെ മുമ്പിലിട്ട് ഇങ്ങനെ ആട്ടിയിട്ടുണ്ട് SFIക്കാർ. എന്തായിരുന്നു സാഹചര്യം? ഒരു സാഹചര്യമില്ല. തിണ്ണമെടുക്കുന്നതിനാ പറയാം. നിങ്ങൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞ് ബോർഡിൽ എഴുതി വെച്ചാൽ പോരെ. മനുഷ്യന്മാർക്ക് അതിനുള്ള അവസരം കൂടി കൊടുക്കണ്ടേ? ഞാൻ പഠിച്ച UC കോളേജിലാണ്. അവിടെ ഒരു 80-85% പെൺകുട്ടികളാണ്. ആ കോളേജിൻ്റെ ഉമ്മറത്ത് 3:30 കോളേജ് വിടുമ്പോൾ പ്രധാനപ്പെട്ട KSU പ്രവർത്തകരെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും. ഒരുപാട് പേരുടെ മുമ്പിൽ ആക്ഷേപിക്കപ്പെടുക. 2 ഇവരാണ് ഹീറോ എന്ന് തെളിയിക്കുകയാണ് ആ പിള്ളേരുടെ മുമ്പിൽ. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ ഒരു പാഠവും പഠിച്ചിട്ടില്ല. എങ്ങനെയൊക്കെ ആകാൻ പാടില്ല എന്നുള്ള പാഠങ്ങളാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നല്ല ആളുകളുണ്ട്. എൻ്റെ നല്ല കുറച്ച് അടുത്ത സുഹൃത്തുക്കളൊക്കെ SFIയിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷവും പറയുന്ന പ്രത്യയശാസ്ത്രവും ചെയ്യുന്ന രീതിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ മുസ്ലിം പൊളിറ്റിക്സ്, ഇപ്പോൾ സംഘപരിവാറിനെതിരായ പൊളിറ്റിക്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും വളരെ ലൗഡായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ് ജിൻഡോ. അതിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കോൺഗ്രസ്സിലെ പല നേതാക്കളും അങ്ങനെ നിലപാടുകൾ, ഷാർപ്പായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ മടിക്കുന്ന നേതാക്കളില്ലേ? പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ താരമായി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ വലിയ നിലപാടുകളൊന്നും എടുക്കാതെ ഒരു സേഫ് പ്ലേ കളിക്കുന്ന നേതാക്കൾ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടില്ലേ? അങ്ങനെയുള്ളവരും ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞ കള്ളമല്ലേ? ഉള്ളവരുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിശാസ്ത്രമാണ്. കാരണം അഭിപ്രായം പറഞ്ഞാൽ കോർണർ ചെയ്യപ്പെടും, വേട്ടയാടപ്പെടും എന്നൊക്കെ പറയും. ഇപ്പോൾ എന്നെ BJPക്കാർ പറയുന്നത് ജിഹാദി എന്നാണ്, CPMകാർ പറയുന്നത് ക്രിസംഗി എന്നാണ്. അവരവരുടെ സൗകര്യം പോലെ പറഞ്ഞോട്ടെ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പറയേണ്ട സമയമായെന്ന് തോന്നുന്നു നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചിലർ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പലതരത്തിലുള്ള പരിഗണനകൾ വരും. അപ്പോൾ എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സമുദായ നേതാവും ശുപാർശ ചെയ്യില്ലെന്ന്. ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് അത് അല്ലേ. എനിക്ക് വേണ്ടിയിട്ട് ഒരു സമുദായ നേതാവിൻ്റെ ശുപാർശ കത്തുണ്ടാവില്ല എന്നുള്ളത് എൻ്റെ മെറിറ്റായിട്ട് കാണുന്ന ഒരാളാണ് കോൺഗ്രസ്സുകാരെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ ഈ ധൈര്യത്തോടെ അഭിപ്രായം പറയുന്നതുകൊണ്ടാണ്. അത് പറയാത്ത ആളുകളുണ്ടാവും. ഒരു മനുഷ്യൻ്റെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി 70-80 ഒക്കെയാണ്. നമ്മൾ ജീവിക്കുമ്പോൾ ഹീറോ ആയിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ എൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഞാൻ ലൗഡായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കില്ല, നമ്മൾ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അത് BJPയുടെ മാത്രമല്ല. മനുഷ്യരെ എങ്ങനെയാണ് മറ്റ് മനുഷ്യരെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിലാണ്. ഇപ്പോൾ പലരും എന്നോട് പറയും, എൻ്റെ ഒരു ലിമിറ്റേഷൻ, എനിക്ക് സുഹൃത്തുക്കളുടെ എണ്ണം കുറവാണ്, പരിചയക്കാരുടെ എണ്ണം കൂടുതലുമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാനൊരു അല്പം ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്. പിന്നെ എനിക്ക് പരിചയം മാത്രം പോരാ, ആഴത്തിലുള്ള പരിചയവും കുറച്ച് അടുപ്പമൊക്കെ ഉണ്ടായാലേ എനിക്ക് സുഹൃത്താവുള്ളൂ. അപ്പോൾ എല്ലാവരും സുഹൃത്താക്കാതിരിക്കുന്നതിലും നല്ലത് കുറച്ച് ആളുകൾ മതി. നമുക്ക് ധൈര്യമായിട്ട് അഭിപ്രായം പറയാം. രംഗത്ത് അത്തരം സുഹൃത്തുക്കളുണ്ടോ? ഉണ്ടല്ലോ, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അടുത്തിരിക്കുന്ന ഒരാളുടെ പേര് പറയാം. അല്ല, നേരത്തെ ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരിൽ ഒരാളുടെ പേര് മതി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ പറ്റിയ ഒരാൾ കോൺഗ്രസിൽ നിന്ന് മതി.
അത്ര അല്ല, ആലോചിക്കണം. ഇനി അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുറച്ചധികം ആളുകളുണ്ട്. അപ്പൊ അതിൽ ആരെ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നോക്കണ്ട. ജിൻഡോ ചേട്ടൻ്റെ ഒരു പെട്ടെന്നൊരു മനസ്സിലേക്ക് വരുന്ന രാഹുൽ ഒരാളുടെ മുഖം. മാങ്കൂട്ടത്തിലാണോ? അടുത്ത സുഹൃത്തായിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നില്ല, എൻ്റെ നല്ല പരിചയക്കാരനായിരുന്നു. എൻ്റെ കമ്മിറ്റിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഷാഫി പറമ്പലിൻ്റെ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു. ഞങ്ങൾ തമ്മിൽ അടുത്ത പരിചയവും ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ സുഹൃത്താന്ന് പറയാൻ മാത്രമുള്ള ഒരാഴത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല. അതൊരു കുറവല്ല, അത് എൻ്റെ കുറവാണ്. അത്ര ആളുകളായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതിൽ എണ്ണം കുറയുന്നത് എൻ്റെ കുറവാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ കുറേ പോളിസിയുടെ ഇപ്പൊ ഭാഗമാണ്. കണ്ടാലും മിണ്ടുവോ? പിന്നെ എന്താ മിണ്ടുന്നതിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഞാൻ മിണ്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ജിഹാദി സുഡാപ്പി ചാപ്പ കിട്ടി, സോറി. അപ്പം പൗരത്വ സമരത്തിൽ പങ്കെടുത്തതിനാണ് അങ്ങനെ ഒരു ചാപ്പ കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഇത്തരം ചാപ്പകൾ കിട്ടുന്നത് പൊളിറ്റിക്കൽ കരിയറിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഭയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും ഭയമില്ല. ജിൻഡോ എങ്ങനെ ജിഹാദിയായി? അത് ഞാൻ ബേസിക്കലി നമ്മളെല്ലാവരും കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ആ ലൈനിൽ തന്നെയാണ് പറയുന്നെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി കടത്തി പറയണമെന്ന് തോന്നും ചില സമയത്ത്. വെറുതെ അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞാൽ പറയും. ചില സമയത്ത് ഷാർപ്പായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മൗനം പോലും ക്രൈമായി മാറുന്ന ചില സമയമുണ്ട്. അപ്പോൾ നമ്മൾ മൗനമായിട്ടിരുന്നാൽ പോരാ, നമ്മൾ മിണ്ടണം. മിണ്ടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ മിണ്ടണം. ഇപ്പോൾ ചില വിഷയങ്ങൾ, ഇപ്പോൾ പൗരത്വ നിയമം, വഖഫ് അമെൻമെൻറ്റ് നിയമം, അങ്ങനെ കുറേ നിയമങ്ങൾ വന്ന സമയത്ത് നമ്മൾ കുറച്ച് സംസാരിച്ചു, അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പലരും എന്നെ ജിഹാദി എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഞാൻ ഇത്തരം ഇതിനെക്കുറിച്ചൊന്നും അറിയാം, നമ്മളൊരു ജനറലി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തായിരിക്കും ഇങ്ങനെ. അപ്പോൾ എന്നോട് പലപ്പോഴും അടുത്ത എൻ്റെ പാർട്ടിയിലുള്ളവരല്ലാത്ത കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു ഇങ്ങനെ അത്രയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നാണ്. അപ്പോൾ ഇനിയും പറയാനുള്ള എനിക്ക് ആവേശം കിട്ടുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ എൻ്റെ ഒരു പഠനം ശരിയാണെങ്കിൽ ഒരു സിംഗിൾ മുസ്ലിം വോട്ടർ ഇല്ലാത്ത ഡിവിഷനിൽ ഞാൻ മത്സരിച്ചത്. ഒരു മുസ്ലിം വോട്ടറില്ല. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയമായിട്ട് എന്നെ കോർണർ ചെയ്തത് BJP അല്ല, CPM ആണ്. തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ ജിഹാദിയാന്ന് എൻ്റെ നാട്ടിൽ അത്യാവശ്യം എല്ലാവരുടെയും വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്ത്. അവിടെ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ, ക്രിസ്ത്യൻ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ, ഒരു 85% വരും. പിന്നെ ഈഴവർ, നായന്മാർ, SC വിഭാഗം അങ്ങനെയൊക്കെയാണ്. ST വിഭാഗക്കാരും ഇല്ല, മുസ്ലിങ്ങളും ഇല്ല. എറണാകുളം ജില്ലയിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റി. അപ്പം ഞാൻ വിചാരിക്കുന്നത് മനുഷ്യന്മാരും ബഹുഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും സെക്യുലറാണ്, പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേ? അപ്പൊ നമ്മൾ ഈ വോട്ടർമാരിൽ ആരോ ഒരാൾ നീ പോയി കളമശ്ശേരിയിൽ മത്സരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അത് ഞാൻ ഇടക്കുന്നിൽ പള്ളിയിൽ ചെന്നു, ഞാനത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഓർത്ത് വയ്ക്കും. പിന്നെ നമുക്കൊരു പാടാണ് അവിടെ ചെന്നിങ്ങനെ റോട്ടിൽ ഇറങ്ങി ഇങ്ങനെ വോട്ട് പിടിച്ചിങ്ങനെ പോകാം. അപ്പോൾ എൻ്റെ കുറേ കുറവുകൾ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനിങ്ങനെ പരമാവധി സമയം ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങി നടന്ന് വെയിലൊക്കെ കൊണ്ട് ഒരു പരുവായി. അപ്പം അങ്ങനെ വോട്ട് ചോദിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ എന്നെ പിടിച്ച്, അയാൾ ഇട്ടിരിക്കുന്നതും ഖദറായിരുന്നു കേട്ടോ, അത് പ്രത്യേകം പറയണം. ഖദറിടുന്നവരെല്ലാവരും കോൺഗ്രസ് അല്ല. അയാൾ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വിടുന്നില്ല. അപ്പോഴേ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എന്താണ് നിന്നെ കാണാതിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നീ ഇവിടെയല്ല മത്സരിക്കണ്ടേ, കളമശ്ശേരിലല്ല, നീ കടുങ്ങല്ലൂർ മത്സരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് എന്ത് കണക്ഷനാണ്? അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ കാര്യം, നീ ജിഹാദി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഞെട്ടി. ചേട്ടനെ വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? അപ്പം ഞാൻ അവിടെ അങ്ങനെ ഒരാൾ പറയുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. അപ്പം എൻ്റെ കൂടെ കുറേ സ്ഥാനാർത്ഥികളും വാർഡിലെയും ബ്ലോക്കിലെയും സ്ഥാനാർത്ഥിയും പിന്നെ പ്രവർത്തകരൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് ചോദിച്ചു. നീ അങ്ങനെയാണ്, നീ ഇവിടെ ഒന്നും മത്സരിക്കേണ്ട ആളല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിങ്ങനെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ വോട്ട് എനിക്ക് വേണ്ട, ആ വോട്ട് കിട്ടാതെ ഞാൻ തോക്കാണെങ്കിൽ തോറ്റോട്ടെ, എന്നെ നിങ്ങൾ ഇങ്ങനെ തെറ്റായാണ് അടയാളപ്പെടുത്തിയെങ്കിൽ എനിക്ക് വോട്ട് വേണ്ട. അപ്പോൾ അങ്ങനെയാണ് നീ എന്താ മറ്റേ തീവ്രവാദ സംഘടനകളുടെ പൈസ മേടിച്ച് വർക്ക് ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ വെച്ച് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റിയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ പിന്നെ എൻ്റെ പണിയായിട്ട് പോകും. അയാളൊരു പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇത്ര ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കാം, അപ്പം കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ നീ ഇത്ര അഗ്രസീവായിട്ട് സംസാരിക്കില്ലേ ജിൻഡോ, ഒരു പൊടിക്കിച്ചിരി കുറയ്ക്കണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല.
ഞാൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എല്ലാവരും എടുക്കുന്ന മിക്കവാറും ആളുകളൊക്കെ ഒരു മൈൽഡായിട്ടൊക്കെ എന്നുള്ള പറയാം. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടണമെന്നോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നോ ഭയമില്ലാത്തപ്പോൾ കുറച്ചുകൂടി ധൈര്യം കൂടുമല്ലോ. ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള സംസാരിച്ച ഒരാളിപ്പോ പാലക്കാട് വീട്ടിലിരിപ്പുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാരാ? ഈ വീട്ടിലൊന്നുമല്ല സോറി, ഞാൻ പെട്ടെന്ന് രാഹുലിനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാനൊരു കാര്യം പറയാം. രാഹുൽ ഒരു നല്ല ഡിബേറ്ററാണ്, പൊളിറ്റിക്കൽ ഡിബേറ്ററാണ്, മിടുക്കനാണ്, കഴിവുള്ള ആളാണ്. പക്ഷെ അയാളുടെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുള്ള ചില കുറവുകൾ, വീഴ്ചകൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അയാൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അത് ഏറ്റുപറഞ്ഞ് കറക്റ്റ് ചെയ്യപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ ഒഴിവാക്കപ്പെടേണ്ട ഒരാളാണെന്ന് വിചാരിക്കുന്നില്ല. നമുക്ക് അങ്ങനെ ഒഴിവാക്കാനാണെങ്കിൽ എത്ര ആളുകൾ ഒഴിവാക്കും? സമൂഹത്തിൽ നിന്ന് അങ്ങനെ ആളുകളെ ആരെയും ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്താൻ പറ്റില്ല. കറക്റ്റ് ചെയ്യപ്പെടണം. എന്താ പ്രശ്നമെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എത്ര പ്രാവശ്യം കറക്റ്റ് ചെയ്യും? അയാൾ കറക്റ്റ് ചെയ്യപ്പെടണം. അത് അയാളുടെ താല്പര്യം. അംഗീകരിക്കുന്നില്ലല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് അയാൾ അംഗീകരിക്കുന്നത്. തെറ്റാണെന്ന് അയാൾക്ക് ഇന്നുവരെ തോന്നി എന്ന് അയാൾ എവിടെയും പറഞ്ഞിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ചെയ്യപ്പെടണം. അത് അയാളുടെ ഭാഗമാണ്, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു കുഞ്ഞു വീഴ്ച പറ്റി എന്നുള്ള വാക്കിൽ ഒതുങ്ങുന്ന കാര്യമാണ്. തെറ്റാണ്. ഇനി എന്താ പറയണ്ടേ? കുറച്ചുകൂടി കൂട്ടിയാൽ വലിയ വാക്ക് നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറയും. ഈ അന്തരീക്ഷം ഒന്ന് ചൂട് പിടിച്ച സ്ഥിതിക്ക് തണുപ്പിക്കാൻ ഒരു ഗെയിം ആയാലോ? ഗെയിമോ? ഞാൻ വിചാരിച്ചു വെള്ളം തരാൻ. ഒരു 4-5 കവറുകളിലായിട്ട് ചിലരെ ഞങ്ങളിങ്ങനെ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോയിൽ ഏത് രാഷ്ട്രീയ നേതാവുമായിട്ടാണ് ആ ഫോട്ടോ യോജിച്ചു പോകുന്നത് എന്ന് പറയണം. സിനിമയൊക്കെ കാണുന്ന ആളല്ലേ? സിനിമ നന്നായി കാണും. സന്ദേശമൊക്കെ കണ്ടാണോ അല്ലേ? ആരാണത്? ക്യാമറയിലേക്ക് സരിനെയാണ് ഓർമ്മ വരിക. അദ്ദേഹത്തിന് വിഷമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ ഒത്തിരി പേര് ട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. സരീൻ അത്യാവശ്യം അറിവും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വല്ലാത്ത തിരക്കും തിക്കുമുള്ള ആളാണ്. എല്ലാം പെട്ടെന്നാവണം എന്ന് നിർബന്ധമുള്ള ആളാണ്. ചെറിയ ബഹളമൊക്കെ ഉണ്ട്. ചെറിയ സാവകാശമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് പക്ഷെ ആരെയും ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഒന്ന് തൊട്ടപ്പുറത്തേക്ക് നോക്കി ആരെങ്കിലും ഒക്കെ കിട്ടും. എനിക്ക് ഒരാളെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഒന്ന് എതിർവശത്തേക്കൊക്കെ നോക്കിയാൽ ആരെങ്കിലും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര അങ്ങോട്ട് അപ്പുറത്തുള്ള പാർട്ടിക്കാരെ ട്രോളുന്ന ഒരാളല്ല. നമുക്ക് ജസ്റ്റ് ഒരാളെ കാണുമ്പോൾ ഒരാൾ ഓർമ്മ വരുമല്ലോ. എനിക്ക് ആരും കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൊടുക്കും. ഉണ്ണിക്കുട്ടനാണോ? നല്ലവനായ ഉണ്ണി. അതൊന്ന് ക്യാമറയിലേക്ക് തിരിച്ചു കാണിച്ചോ. ഇതിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് ഗണേഷ് കുമാറിനെ. 2 ദിവസം മുമ്പ് പുള്ളി സാരോപദേശം നടത്തിയത്. പിന്നത്തെ ദിവസം പുള്ളിയുടെ മുറിയിലാകെ ഗതാഗത കുരുക്കായിരുന്നാണ് വാർത്ത. കേരളത്തിൽ 4717 KSRTC ബസ്സുകളാണ് റൺ ചെയ്യുന്നതെന്നാണ് KSRTC വെബ്സൈറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി മനസ്സിലായി. ആ ബസ്സിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ പ്രണയങ്ങളുള്ള ആളാണ് അത്ര ഇയാൾ. അപ്പം ഞാനിത് ഈ 5000 ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഹരിച്ചപ്പോൾ 13.5 വർഷം എടുക്കും പുള്ളി ആദ്യത്തെ കാമുകിയെ രണ്ടാമതൊന്ന് കാണണമെങ്കിൽ. ഇത്ര തിരക്കിട്ട ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗതാഗത മന്ത്രിക്ക് അയാൾക്ക് ചേർന്ന പണിയല്ലേ മന്ത്രിസ്ഥാനം. അയാൾ ഓരോരുത്തരും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകണമല്ലോ. വേണമെങ്കിൽ കെ കാസിനോവോ എന്നൊക്കെ പറയാം. ഇതാരാ? രാഷ്ട്രീയത്തിൽ ഒരുപാട് കട്ടപ്പന്മാരുണ്ടല്ലോ പുറകിൽ നിന്നൊക്കെ കുത്തുന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കേരളത്തിൽ BJP എന്നേ പറയുള്ളൂ. വെറുതെ തള്ളി പിന്നീന്ന് കുത്തല്ലാതെ കേരളത്തിന് വേണ്ടി എന്താ ചെയ്യുന്നവര്? കുമാരപിള്ള സിൻഡ്രോം. ഇത് MP ഗോവിന്ദൻ മാഷ്. അല്ല, MP ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയി വന്നത് ഒരു കണക്കിന് കോൺഗ്രസിന്റെ ഐശ്വര്യമാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെയാ പതിറ്റാണ്ടുകളോളം CPMന്റെ താത്വിക ആചാര്യൻ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട്. വെറുതെ അല്ല, കേരളത്തിലെ CPMന്റെ ആളുകൾ
ഈ അവസ്ഥയിലെത്തിയത്. ഈ മാതിരി ക്ലാസ് അല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്. നല്ലൊരു ക്യാപ്ഷനാ, കോൺഗ്രസിന്റെ ഐശ്വര്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഒരു പൊട്ടിച്ചിരിയുണ്ട്. ഒരൊറ്റ തള്ള. അല്ല, സ്വന്തം പേര് പറയോ? ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ ഊരി പിടിച്ച വാളിന്റെ ഉള്ളിൽ നടന്ന അത്രയും തള്ളൊന്നും ഇയാൾ നടത്തിയിട്ടില്ല. ആരെയാണ് ഉദ്ദേശിച്ചത്? അല്ല, പ്രത്യേക ആക്ഷനൊക്കെ കാണിക്കുന്ന ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ? വിശദീകരിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. എനിക്ക് ജാലിയൻ കിണറിനെ കാണുമ്പോൾ പിണറായി വിജയനെ ഓർമ്മ വരുന്നത്. തള്ളല്ലാതെ. അമ്മാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അല്ല, അത് പറയാനായിട്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഗെയിമൊക്കെ കഴിഞ്ഞു. നമുക്കിനി വീണ്ടും അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ കുറച്ച് വിവാദങ്ങളിലേക്ക് വന്നാൽ, തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏതോ ഒരു അഭിമുഖത്തിൽ ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ നിർത്തിയാൽ പിണറായി വിജയൻ തോൽക്കും ഷാഫിക്ക് മുന്നിൽ എന്നൊരു കമന്റ് ഈ ജിൻഡോ ചേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതല്പം കടന്നു പോയില്ലേ എന്ന് എനിക്കൊരു സംശയമില്ല അതില്ല. അത് ഞാൻ യാദൃശ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചു, മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ പിന്നെ ഞാൻ പറയണ തോക്കൂന്ന്. അല്ല, തോക്കുന്നല്ല, അവിടെ ഷാഫി പറമ്പിലിനെ നിർത്തി തോപ്പിക്കുമെന്ന് പറയാൻ എന്താ കാരണം? അത് ഷാഫി മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചോദിക്കുന്നത്, അതെനിക്കിപ്പോഴും നല്ല ആത്മവിശ്വാസമാണ്. പിണറായിക്കെതിരെ മത്സരിച്ച് ജയിക്കാൻ ഷാഫി അത്രയും വളർന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ മത്സരിച്ചാൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും. അങ്ങനെയാണ്, ആര് മത്സരിച്ചാലും ജയിക്കും. നിങ്ങൾ എന്താ വിചാരിച്ച ധർമ്മടത്തല്ലാതെ ഞങ്ങളുടെ അങ്കമാലി MLA റോജിയോട് മത്സരിച്ച് ജയിക്കാൻ പിണറായി വിജയന് പറ്റുമോ? പറ്റില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും 10 വർഷത്തെ സേവന പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഈ പാർട്ടി കോട്ടകളിൽ നിന്ന് പുറത്തേക്ക് കടന്ന് മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? പിണറായി വിജയൻ ഫാൻസ് ഇളകൂട്ടോ. ഞാൻ വിചാരിക്കുന്ന കേരളത്തിലുള്ള യുവ നേതാക്കന്മാരിലെ ഏറ്റവും ക്രൗഡ് പുള്ളറും ഏറ്റവും ജനസ്വീകാര്യനുമായിട്ടുള്ള നേതാവ് ഷാഫി പറമ്പിലാണ്. ഷാഫിയും പിണറായി വിജയനും മത്സരിച്ചാൽ ആര് ജയിക്കുന്നു ചോദിച്ചാൽ ഞാൻ ഷാഫി ജയിക്കുമെന്ന് തന്നെയാണ് പറയാം. ജയിക്കുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മള് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഓറയെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു കരുത്ത് ഷാഫി പറമ്പിൽ. ഞാൻ ഇത്തരം ചില കാര്യങ്ങൾ പറയും, പെട്ടെന്ന് എൻ്റെ വായിൽ പ്രാസം വരും. അപ്പൊ ഈ പ്രാസം വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ ഈ കോഴിക്കോടുകാർക്ക് ചിലപ്പോൾ ഞങ്ങൾ അങ്കമാലിക്കാർ പറയുന്ന പല പ്രാസം മോശപ്പെട്ട വാക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയും, പിണറായി വിജയന്റെ ഓറയൊക്കെ നമ്മള് എന്തോന്ന് പറയാ പിണറായി വിജയന്റെ ഓറയെന്നൊക്കെ. അല്ല, ഞാൻ പറയുന്നത് എന്ത് ഓറയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണ് പ്രഭാവലയം? ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രഭാവലയം ആ മനുഷ്യനിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുക എന്നുള്ള. പിണറായി വിജയനിലേക്ക് ആരെങ്കിലും അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ഷാഫി വന്നിറങ്ങിയാൽ ആളുകൾ ഇടിച്ചുകൂടും, ഉമ്മൻചാണ്ടി വന്നാൽ ഇടിച്ചുകൂടും, പിണറായി വിജയൻ വന്നാലോ അല്ലേ? പക്ഷെ റീസെന്റ് എനിക്കൊന്നും ഇലക്ഷൻ ആയിരിക്കാം, മറ്റേ ഇലക്ഷൻ മറ്റേ മുണ്ടക്കൈയിലെ വീടുകൾ കൊടുക്കുന്ന സമയത്ത് ഒരു കൊച്ചിനെ ചേർത്ത് മടിയിലിരുത്തുന്നതും, പിന്നെ റീസെൻ്റ്ലി ഒരു ആളുടെ അടുത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നതും, അങ്ങനെ കുറേ. പിന്നെ ഒരു CPM അത് ന്യായീകരിക്കുന്നത് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, വലിയ നേതാക്കളൊക്കെ അങ്ങനെ ഒരു സീരിയസ് ഫേസ് കീപ്പ് ചെയ്യുന്നവരാണ്. ലോക നേതാക്കളിലേക്ക് നോക്കൂ, നിങ്ങൾ കേരളത്തിലോട്ട് നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം സെൽഫി എടുക്കാൻ വന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു സെക്കൻഡ് നിന്ന് കൊടുത്തെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് പോയിക്കോളില്ലായിരുന്നോ? അപേക്ഷ പറയാൻ വന്ന വല്യമ്മയോട് മാറി നിൽക്കുന്നു പറയാണ്ടിരുന്നെങ്കിൽ അവർ അപേക്ഷ പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? അത് 1-2 ഇൻസിഡന്റുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല അതിന്റെ രീതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. അല്ല, അവർ അവരുടെ ഭാഗം ശരിയാന്നല്ലേ പറയുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഭാഗം ശരിയാണെന്ന് പറയുന്നല്ലോ. ഇതിൻ്റെ അപ്പുറത്തൊരു മിഡിൽ പൊസിഷൻ ഉണ്ടല്ലോ, നാട്ടുകാർ നോക്കിക്കാണുന്ന ഭാഗം. അവിടെ ഉമ്മൻചാണ്ടിയാണോ പിണറായി വിജയനാണോ കൂടുതൽ ഓറയുള്ള ആളെന്ന് ചോദിച്ചാൽ എനിക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ആളുകളാണ് ഹീറോ എന്ന് ഞാൻ വിചാരിക്കുക. അധികാരത്തിലിരിക്കുന്ന ആൾ അധികാരമുള്ളതിൻ്റെ പേരിൽ ഹീറോ ആവില്ല. ആളുകളെ എത്ര ആകർഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ജിൻഡോ ജോൺ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവണം എന്നുള്ള ഒരുപാട് ലൈക്കും കമൻസും ഷെയറൊക്കെ കിട്ടിയിട്ടുള്ള അത്ര സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണിത്.
അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ ഒരു സത്യത്തിൽ അത് രാഹുലിൻ്റെ ആ വിഷയം വന്ന് അദ്ദേഹം മാറി നിൽക്കുന്ന സമയത്ത് വന്നൊരു ചർച്ചയാണ്. ഒന്ന്, എനിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനുള്ള എൻ്റെ പ്രായം കഴിഞ്ഞ് എനിക്ക് 41 വയസ്സായി. യുവനേതാവല്ല, ഞാൻ യുവാവാണ്. ഞാൻ കേരളം കണ്ട ഏറ്റവും നല്ല യുവ നേതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാ തലമുറയിലുള്ള മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നൊരു നേതാവ്. മുടി കറുപ്പിച്ചതുകൊണ്ട് ഒരാൾ ചെറുപ്പക്കാരനാവില്ല, പ്രായം കുറഞ്ഞതുകൊണ്ടും ചെറുപ്പക്കാരനാവില്ല. അപ്പം ഞാൻ യുവാവാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാനായിട്ട് ആ പറഞ്ഞ ക്രൈറ്റീരിയകളിലൊന്നും ഞാൻ വരുന്ന സമയമല്ല. അതുകൊണ്ട് ഞാൻ യോഗ്യ. എന്നോട് കുറേ പേര് മെസ്സേജൊക്കെ അയച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനുള്ള ആളല്ല കേട്ടോ എന്ന് പറഞ്ഞു. നമ്മളെ വെറുതെ ഒന്ന് സൂചിപ്പിക്കുന്ന. നമുക്കിനി വീണ്ടും ഗെയിമിലോട്ട് പോവാം. എ റഹീം CPM-ലെ യുവ നേതാക്കന്മാരിൽ പ്രമുഖനാണ്. അവരുടെ DYFയുടെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് കൊള്ളാവുന്ന അവർക്കിടെ സംഘടനയ്ക്ക് ചേർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ പല കാര്യത്തിലും അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ ഇടപെടലുകളൊക്കെ ഏകപക്ഷീയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളത്തിലെ 10 കൊല്ലമായിട്ടുള്ള ഭരണം കാണാതെ മറ്റ് പല സ്ഥലങ്ങളിലും പോയി അതൊക്കെ കാണുകയും ചൂഴ്ന്നെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു പക്ഷപാതിത്വമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഇവരൊന്നും പറയുന്ന പകുതി എനിക്ക് മനസ്സിലാവാറില്ല, പ്രത്യേകിച്ച് ചാനൽ ചർച്ചയിൽ. നമ്മൾ എപ്പോഴും പോയിൻ്റഡ് ആയിട്ട് പറയാമെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു കാര്യം ചോദിച്ചാൽ ശരിയായാലും തെറ്റായാലും അതിൻ്റെ മറുപടി നേരെ പറയുക, നേരെ ചൊവ്വ കാര്യം പറയാന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറയുന്ന കാര്യത്തിൽ അത്യാവശ്യം പരാജയമാണ് പുള്ളി. വെറുതെ സമയം കളയുക എന്നുള്ളതൊക്കെ തോന്നും. മുഹമ്മദ് ഷിയാസ്, ഇത് എറണാകുളം DC പറയാൻ ഒരുപാടുണ്ടാവും. മുഹമ്മദ് ഷിയാസ് ഇപ്പം നിലവിൽ കേരളത്തിലെ DCC പ്രസിഡന്റുമാരിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള മിടുക്കനായിട്ടുള്ള DC പ്രസിഡൻ്റാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ 23 വർഷത്തെ ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് വഴക്കും കൂടാറുണ്ട്. അഭിപ്രായ വ്യത്യാസമാണോ? അഭിപ്രായ വ്യത്യാസമൊക്കെ എനിക്കുണ്ട്. അത് അഭിപ്രായ വ്യത്യാസം ഒന്ന്, ചില സമയത്ത് പുള്ളി ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ ഒരു ചില കടന്നു പോയില്ലെന്ന്. പിണറായി വിജയൻ്റെ തന്തയ്ക്കൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും നമുക്ക്. എന്നാലും പുള്ളിയൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വിഷയങ്ങളിലുള്ള ആത്മാർത്ഥത കൊണ്ട് വൈകാരികമായി പ്രതികരിക്കുന്നതാണ്. എന്നാലും ചില സമയത്ത് ഇച്ചിരി മയപ്പെടുത്താം എന്ന് തോന്നിയിട്ടുണ്ട്. ആർഷോ നല്ല എതിരാളി എന്നൊക്കെ. അത് പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാല്ലേ? പോസിറ്റീവ്. ആർഷോ SFIയുടെ സമീപകാലത്തുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ SFIയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചേർന്നൊരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആ സംഘടനയ്ക്കൊരു വിസിബിലിറ്റി കൊടുത്ത ഒരാളാണ്. അതായത് സമീപകാലത്ത് ഇപ്പോഴത്തെ SFIയുടെ ഭാരവാഹിയേക്കാളും അതിനു മുമ്പുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറിയേക്കാളും ആളുകളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ബിംബമാണ് ആർഷോ. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ ആയിരുന്നു. ആർഷോനെ പെട്ടെന്ന് ആളുകൾക്ക് കണക്റ്റ് ആവും. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് പറയുമ്പോഴാണ് ചിരി വരുന്നത്. ചില കാര്യങ്ങളിൽ അവർ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം ചെയ്യുന്നത്. അതായത് ആക്രമണം ചെയ്യുക, എന്നിട്ട് അക്രമത്തിനെതിരെ പ്രസംഗിക്കുക, രക്ഷാപ്രവർത്തനം, തോന്നിവാസവും തെമ്മാടിത്തരം ചെയ്യുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക, എന്നിട്ട് അപ്പുറത്ത് വേറെ ആരെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അതിൽ കുറ്റപ്പെടുത്തി പറയാം, വലിയ ഗിരിപ്രഭാഷണം നടത്തിക്കളയും. ആത്മാർത്ഥതയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. ഹൈബി ആയിട്ടും എനിക്കൊരു 20-23 വർഷത്തെ അടുത്ത പരിചയമുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, NSC പ്രസിഡന്റ് ആയിരുന്ന കാലം തൊട്ടുള്ള അടുത്ത പരിചയവും ബന്ധമൊക്കെയാണുള്ളത്. കേരളത്തിലെ യുവ നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഫേസാണ്. ഈ കാലത്തിനതീതമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുള്ള നേതാവാണ്. ഞാൻ ഹൈബിയുടെ MLA MP കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും ഓർത്തിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രുവൽ കപ്പിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട്. അത് ഇന്നത്തെ കാലത്ത് മറ്റൊരു നേതാവിനും തോന്നാത്തൊരു ശ്രമമാണ്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഹൈബി കുറച്ചുകൂടി ഒരു ചെറിയ മടിയനാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഹൈബിക്ക് ശേഷം വന്നവരൊക്കെ ഒരുപാട് മുന്നോട്ട് സ്പീഡിൽ പോയപ്പോൾ ഹൈബി
മടിയുടെ അല്ല, ഹൈബിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന ഒരാളാണ്. അതിൽ അധികം ക്ഷേമങ്ങളൊന്നും കാര്യങ്ങൾ അന്വേഷിക്കാത്ത ഒരാളായതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പാൻ കേരള ലീഡറായി മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാൻ കേരള ലീഡർ. അപ്പോൾ ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഏകദേശം ഒരു 11 വർഷത്തോളമായിട്ട് അധികാരത്തിലില്ലാത്തൊരു പാർട്ടി, കേരളത്തിൽ ഒരു 10 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തൊരു പാർട്ടി, അത് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു അഭിപ്രായമുണ്ട്. അതായത് ഈ ഭരണം ഞങ്ങൾക്ക് മടുത്തിട്ടാണ് കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലാതെ കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ടല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭരണത്തെ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്രത്തോളം ഇടപഴകാൻ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ എത്രത്തോളം കോൺഗ്രസിന് ഈ സമയം കൊണ്ടായിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞൊരു ഒബ്സർവേഷൻ കറക്റ്റാണ്. CPM ഉള്ള എതിർപ്പ് കൊണ്ട് കോൺഗ്രസ് വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന പരമ്പരാഗതമായി കോൺഗ്രസ് കേൾക്കുന്ന ഒരു ചീത്തപ്പേരാണത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഈ കഴിഞ്ഞ 10 വർഷം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ പല ഘട്ടത്തിലും സാമൂഹിക സംഘടന എന്നുള്ള രീതിയിൽ തന്നെ മാറി. ഒരു കാലത്ത് ആശാ വർക്കർമാരുടെ സമരം മുൻപൊക്കെ ആയിരുന്നെങ്കിൽ അത് ചില പ്രത്യേക സംഘടനകൾ, SUCI പോലെയുള്ള സംഘടനകൾ ഒക്കെ പിന്തുണച്ച് അവരുടെയാണ് നേതൃത്വത്തിൽ ആ സമരം നടന്നെങ്കിലും അങ്ങനെ പോകണ്ട. പക്ഷെ കോൺഗ്രസ് ആ സമരത്തെ പിന്തുണയ്ക്കുകയാണ്, രംഗത്ത് വരികയാണ്. അങ്ങനെ കുറേ വിഷയങ്ങൾ ഏറ്റെടുത്തു. കോൺഗ്രസ് ഒരു സമര സംഘടനയായി മാറി. ഇടയ്ക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ നല്ലതാണ് ഞങ്ങൾക്കെന്ന് ഞാൻ വിചാരിക്കുക. കുറേ കൂടി ഞങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാനും ഒന്ന് നന്നായി വരാനൊക്കെ നല്ലതാണ്. പിന്നെ 11 വർഷമായിട്ട് ഈ രാജ്യത്ത് അധികാരത്തിൽ ഇല്ലാതിരുന്നപ്പോഴാണ് കോൺഗ്രസ് കുറച്ചുകൂടി നന്നായി ഐഡിയോളജിക്കലി കോൺഗ്രസ് വേരുകളിലേക്ക് ഇറങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുക. വേര് പൂത്തൊരു കാലം. രാഹുൽ ഗാന്ധി ഒരുപാട് ആക്ഷേപം കേട്ടില്ലേ? ആ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയില്ലേ? അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാൻ BJPക്ക് ശക്തി ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധി അത്ര ശക്തനായി മാറി. ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു ഇളമുറക്കാരൻ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന രാഹുൽ ഗാന്ധി ഇന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായിട്ട് മാറി. അതിന് കാരണം കോൺഗ്രസിൻ്റെയും മാറ്റമാണ്. ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ്. തോക്കുമ്പോഴും ജയിക്കുന്ന ഒരു ആത്മവിശ്വാസമില്ലേ? നമ്മൾ 100 സീറ്റോടെ പാർലമെൻറ്റിൽ വരുന്നു, 240 സീറ്റോടെ ഇന്ത്യ മുന്നണി വരുന്നു. തോറ്റു എന്ന് എണ്ണത്തിൽ പറഞ്ഞാലും ജയിച്ചു നിൽക്കുന്നത് നമ്മളാണ്. എത്ര ആത്മവിശ്വാസം ഞങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് ഇന്നാളൊരു മനുഷ്യനെ ആളുകൾ തല്ലിക്കൊന്നപ്പോൾ ആ മനുഷ്യൻ അവസാനം വിളിച്ചത് രാഹുൽ ഗാന്ധി രക്ഷിക്കാൻ വരണമെന്നും പറഞ്ഞിട്ടാണ്. ആ വിദൂര ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യൻ്റെ രക്ഷിക്കാൻ വരുന്ന പ്രവാചകനായിട്ട് കാണുന്ന രാഹുൽ ഗാന്ധിയാണ്. അപ്പം മനുഷ്യരിലേക്ക് അത്രയും വിശ്വാസം കൊടുക്കാൻ കോൺഗ്രസ്സിന് പറ്റി. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഈ വേരറ്റ് പോയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ തോറ്റിരിക്കുന്നത്. അത് വീണ്ടും ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് വേര് പടർത്തി മനുഷ്യരിലേക്ക് വളരാൻ ശ്രമിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് കുറെ കൂടി ശക്തമായി എന്ന് വിചാരിക്കുക. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്ന ഒരു മുൻതൂക്കം റീസെൻ്റ്ലി ഒരു മാസം ആകുമ്പോഴത്തേക്കിനും അതൊന്ന് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന് ആ ഒരു ഫെയിം അല്ലെങ്കിൽ ആ ഒരു ഷൈൻ കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന CPM ക്യാമ്പയിൻ ആണെങ്കിലും ഭയങ്കര ലൗഡായിട്ടാണ് അവർ ക്യാമ്പയിൻ ചെയ്യുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ക്യാമ്പയിനിങ് കാണാം. അപ്പോൾ കോൺഗ്രസ് അത്രയൊന്നും ചെയ്യുന്നില്ല. കോൺഗ്രസിൻ്റെ ആ ഷൈൻ ഇത്തിരി കുറഞ്ഞു പോയി. ഞങ്ങളുടെ കാശില്ലല്ലോ. അവർ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ എടുത്ത് പൈസയും ഉപയോഗിച്ച് അവർ PR നടത്തി അവർ അത്രയും ലൗഡായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ എല്ലാ അന്വേഷണ ഏജൻസികളെയും ഇലക്ഷൻ കമ്മീഷനെയും സർവ്വ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും രാവിലെ വരുന്നുണ്ടല്ലോ, കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പദ്ധതി നരേന്ദ്രമോദി നടപ്പാക്കിയെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞത്? ആ ചിലവാക്കുന്ന കാശുണ്ടെങ്കിൽ ആളുകൾക്ക് എത്ര ഗുണമായാണ് പരസ്യം കൊടുക്കുന്ന കാശ്. അപ്പോൾ ഇങ്ങനെ പ്രചാരണം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇത് കൊടുക്കാനില്ല. ഞങ്ങളുടെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കന്മാരും ബൂത്ത് ലെവലിൽ സംസാരിച്ച് ആളുകളെ ക്യാമ്പയിൻ ചെയ്ത് കൺവിൻസ് ചെയ്യുന്നതാണ്. അത് നന്നായി നടന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഇലക്ഷൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം വോട്ടർ പട്ടികയിൽ പ്രവർത്തിച്ച് വോട്ട് ചേർക്കുകയും കുറയ്ക്കുകയും പ്രവർത്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തൊരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്കുണ്ടായി. പിന്നെ അതിനുശേഷം ഈ കുറഞ്ഞോ എന്ന് തോന്നുന്നത് സർക്കാർ പരസ്യങ്ങൾ കൂടി. CPM വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും. ഞങ്ങൾക്കതൊന്നുമില്ല. പിന്നെ ഇലക്ഷൻ മോഡിലേക്ക് പോകുമ്പോൾ സകല സംവിധാനങ്ങളും ഉപയോഗിക്കുമല്ലോ. അവിടെ ഞങ്ങൾ കുറവിലല്ല, ഞങ്ങളുടേതായ സ്ട്രാറ്റജിയിൽ ഞങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. സർക്കാർ പരസ്യങ്ങൾ ഇപ്പം ഇങ്ങനെ വിമർശിക്കുമ്പോഴും ഈ റീൽസ് ഈ പറഞ്ഞ പോലുള്ള PR പരസ്യങ്ങളൊക്കെ വന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലില്ല. അപ്പം നാളെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരം ഒരു പരസ്യം കൊണ്ടുവരില്ല എന്ന്? ഞങ്ങൾ റീൽസ് ഉണ്ടാവില്ല എന്നൊന്നും പറയില്ല. റീൽസൊക്കെ എടുക്കും.
ഞങ്ങളുടെ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് റീൽസ് എടുക്കൂല, അത് ഞങ്ങളുടെ പാർട്ടിയുടെ പൈസ കൊണ്ട് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? പൊതുഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രചരണം നടത്തില്ല, അത് ഞങ്ങളുടെ ഉറപ്പാണ്. അത് ഞങ്ങൾ ഈ പാർട്ടിയുടെ സമയത്ത് അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്താൽ ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും. ഇന്ന് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് തെറ്റാണ്. അവരുടെ കയ്യിലെ കാശെടുത്ത് പ്രചരണം നടത്തട്ടെ. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ടേക്ക്. ഈ റീൽസ് ഒഴിവാക്കി അല്ലെങ്കിൽ വീഡിയോസ് ഒഴിവാക്കി PR വർക്ക് ഒഴിവാക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ളൊരു കാല രാഷ്ട്രീയ പ്രവർത്തനം നടക്കില്ല. ബംഗാളിൽ CPM അവരുടെ ഓൺലൈൻ പ്രവർത്തനത്തിന് ഓൺലൈനായിട്ട് ആളുകളെ ആകർഷിക്കാൻ പരസ്യം കൊടുത്തൊരു കാലഘട്ടം കൂടി. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കും. കനകോലുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇന്നേ വരെ കണ്ടില്ല. ചാനലിലൊക്കെ കണ്ടിരുന്നു, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തൊന്ന് ചില്ലാക്കി വിട്ടേക്കൂ, പറയൂ. അയ്യോ, ഒരു ഓൾ ദി ബെസ്റ്റ് പറയാൻ ഇത്ര മടിയോ? എന്തായാലും ചാനൽ ചർച്ചയിലെ അതേ ഉശിരോടെ ആ തീപ്പൊരി കുട്ടപ്പനായിട്ട് ഞങ്ങൾക്ക് തുടർന്നും വേണം എന്ന് ജനങ്ങൾ പറയും. ഞങ്ങളും ഉടനെ ഫാൻസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. താങ്ക് യു. താങ്ക് യു. ശരി.